ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. I bring greetings once again to all of you. ഞാൻ വിചാരിച്ചു മലാവിയെക്കുറിച്ചുള്ള വീഡിയോയും കണ്ട് അതിനെക്കുറിച്ചുള്ള ഷോർട്ടായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ അത് ഇച്ചിരി ആഴത്തിൽ കേട്ടാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. I was sitting here and while watching the ministry video about Malawi, my desire was that maybe what was needed was to hear it in a much deeper level. ഇന്ന് രാവിലെ നമ്മൾ സ്തുതിയെയും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശു എന്നുള്ള പാട്ട് പാടിയതല്ല, അത് തോട്ട്സ് പറഞ്ഞവരല്ല പിന്നീട് അത് റിപ്പീറ്റ് ചെയ്തു. ആ പാട്ടിന്റെ പല ചരണങ്ങളിൽ വന്നു. One of the songs we sang this morning during worship time, many brothers referred to different parts of that song. ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ പാട്ട് എഴുതിയ സന്ദർഭം സാഹചര്യം എന്ന് പറയാം. Let me talk about the circumstance that led to the writing. ചെറിയാൻ സാറ് അങ്കമാലിയിൽ കിഴക്കേ അസംബ്ലിയിൽ ബൈബിൾ സ്റ്റഡി എടുക്കുവാൻ വേണ്ടി മൺഡേ ടു സൺഡേ വരെയുള്ള ഒരാഴ്ച ബൈബിൾ സ്റ്റഡി എടുക്കുവാൻ വേണ്ടി വന്നു. Brother Ami Cherian, who's the writer of the song, had gone to Angamali for a week long of ministry of taking Bible study. എബ്രായ ലേഖനത്തിൽ നിന്നാണ് ബൈബിൾ സ്റ്റഡി എടുത്ത്. He was teaching from the book of Hebrews. എൻ്റെ അമ്മയുടെ മൂത്ത സിസ്റ്റർ അവരെ അങ്കമാലിയിലുണ്ട്. അവരുടെ വീട്ടിലാണ് ദൈവ അസംബ്ലിയിലെ എൽഡറും അങ്കമാലിയിൽ അറിയപ്പെടുന്ന കെ മത്തായി കോവാട്ടിൽ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലാണ് താമസം. Brother Ami Cherian stayed in the house of my mother's sister in Angamali. എൽഡർ സിസ്റ്റർ. അത് അപ്പച്ചൻ പറഞ്ഞു, സാർ പോകുന്നതിന് മുമ്പേ ഒരു പാട്ട് എഴുതിയിട്ടേ പോകാവുന്നു. So the appachan of that house said, sir, before you leave, please write a song. ഇനി നിങ്ങൾ നോക്കുക, എബ്രായ ലേഖനത്തെ ആസ്പദമാക്കിയാണ് ബൈബിൾ സ്റ്റഡി നടന്നത്. സ്തുതിയെയും മനമേ നിത്യവും എൻ്റെ എല്ലാ സ്റ്റാൻസായും എബ്രായ ലേഖനത്തിലെ വാക്യങ്ങളാണ്. ഇനി അത് പാടുമ്പോൾ ശ്രദ്ധിച്ചു നോക്കും. So when you sing that song next time, pay close attention to the fact that every stanza of the song corresponds to the main teachings of the book of Hebrews. ആഴ്ചയിൽ തന്നെ വീക്ക് എഴുതി സൺഡേയിൽ അത് അസംബ്ലിയിൽ പാടിയിട്ടാണ് ആദ്യം അവിടാണ് പാടുന്നത്. Cherian sir wrote that song that week, and at the Sunday worship he sang the song at the assembly. ആ പാട്ടിന്റെ ഉത്ഭവം അവിടെ നിന്നാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. That's how that song originated. എനിക്ക് 45 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. എനിക്കറിയാം ഇപ്പം തീരുന്ന സമയം കൂടെ പറഞ്ഞപ്പോൾ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യുന്നില്ല. So I'm very conscious of my starting and ending time. ഇന്ന് നമുക്ക് അല്പസമയം നമ്മൾ ഇന്നൊക്കെ ചിന്തിച്ചതിനോട് ചേർന്ന് ഞാൻ മെസ്സേജ് മാറ്റണമെന്ന് വിചാരിച്ചു, എന്നാൽ മാറ്റുന്നില്ല. ടൈമിന്റെ ഷോർട്ടേജ് കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. Because of time constraints, I had a plan to change what I was going to say, but I'm going to stick with my original plan. ട്രാൻസ്ലേറ്റർ നല്ലതായതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയുമില്ല. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു അല്പ വാക്കുകൾ എടുത്ത പ്രവർത്തനത്തെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. Yesterday, Shantanangal asked me to share a few words about the ministry in Maharashtra. ഇന്ന് പറയാമെന്ന് പറഞ്ഞു. I said I'll share. ഞങ്ങള് 37 വർഷം കഴിഞ്ഞു. 38ാമത്തെ വർഷമാണ് കർത്താവിന്റെ വേലയിൽ. This is our 30th year serving the Lord in ministry. 1987 ജൂലൈ 8-ാം തീയതിയാണ് ഞാൻ വേലയിലേക്ക് വന്നത്. I came to full-time ministry on July 8th of 1987. അത് 7 വർഷം ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് സീതത്തോട്ടിലും പിന്നീട് 4 വർഷം ഗുജറാത്തിലും ഇപ്പം 26 വർഷം 27ാമത്തെ വർഷമാണ് മഹാരാഷ്ട്രയിൽ താനെയിലുമായിരിക്കുന്നത്. The first 7 years of my ministry was in the area that I grew up in, Sitatot. Then we went to Gujarat for 4 years, and the last 26 years we are doing our ministry based in Thane, Maharashtra. ഓർപ്പിച്ചതുപോലെ ഹൈസ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനെ സ്കൂളിലേക്ക് പോകുന്ന പിള്ളേരെ അവരെ കോച്ചിങ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേലയിലേക്ക് വന്ന്. As I was entering the ministry during that time, I was doing coaching classes for high school students. 80 തുടങ്ങുമ്പോൾ അത് ചെറിയ തോതിലാണ്. പക്ഷെ 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ സ്ട്രെങ്ത് വർദ്ധിച്ച് ഒരു വർഷം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ജൂണിലൊക്കെ 280-300 സ്റ്റുഡൻസ് ആണ്. കാരണം എൻഡിലേക്ക് വരുമ്പോൾ അല്പം കുറയും, 150-200 ഒക്കെ ആവും. I started the coaching in 1980s, but as the years went by, the number of students who are attending the coaching significantly increased. രാവിലെ 2 മണിക്കൂർ ഒരാളൂടെ കാണും എൻ്റെ കൂടെ. 2 ക്ലാസ്സും 8-9 എടുക്കും, വൈകിട്ട് 10-ഉം 7-ഉം ഇങ്ങനെയാണ് 4 ക്ലാസ്സുകൾ പോയിക്കൊണ്ട്. I had 4 classes taught a day, and I had 2 other people assisting me at that time. Just one other person. അപ്പൊ പിന്നെ സഹോദരന്മാർക്ക് സഹായിക്കാൻ വേണ്ടി വരുമായിരുന്നു. Then our brothers also helped me. അങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വേലയിലേക്ക് വന്നു. 87 വന്നെങ്കിലും 7 വർഷം കൂടെ മുൻപോട്ട് കൊണ്ടുപോയെങ്കിലും
92 ഞാനത് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. After doing that for 7 years in 1992, I quit that particular work of coaching. 2 വർഷം അത് ക്ലോസ് ഡൗൺ ചെയ്ത് 10 കഴിഞ്ഞ് വിട്ടിട്ട് 94 ഞങ്ങൾ ഗുജറാത്തിലേക്ക് പോകുന്നത്. 4 വർഷം അവിടെയായിരുന്നു. 1994 we went to Gujarat and we were ministering there for അവിടെയും 4 സ്ഥലസഭ years. ഉണ്ടാകുവാനിടയായി. As a result of our ministries, ഞങ്ങളുടെ അടുത്ത സ്ഥലത്തിനടുത്ത് സർ റോയ് മാത്യു വന്നപ്പോൾ ചിറ്റാറിലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് സ്ഥലസഭ ഉണ്ടാകാനിടയായി. Brother Roy Matthew was also there. We were able to start an എന്റെ assembly there. ലക്ഷ്യം പുതിയ പുതിയ അസംബ്ലികൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമായി. എന്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം അതിന് കൂട്ടുസഹോദരന്മാരെയും കിട്ടുമായിരുന്നു. My goal that I shared with the fellow brothers was to have more local churches, assemblies formed. 98 ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്ക് വന്നത്. In 1998 we transferred to Mumbai. അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പറയും. എന്നാൽ എനിക്ക് കെമിക്കൽ അലർജിയുടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് അവിടെ ഒന്ന് വിട്ട് 8 മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാണ് എടുക്കേണ്ടതായിട്ട് വന്നു. കോട്ടയത്ത് ഒരു ഹോമിയോ ഡോക്ടറുടെ, അത് കഴിഞ്ഞാണ് മുംബൈയിലേക്ക് വന്നത്. In Gujarat I had developed some severe chemical allergies, so I had to be away for 8-9 months for treatment before going to Maharashtra. അതിന്റെ ഒരു പ്രശ്നമാണ്. ഞാൻ ഇന്നലെ ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഒരു ചുമയുടെ അലർജിക്ക് ചുമയുണ്ടാകുന്നു. അതിന്റെ 90% ക്ലിയർ ആയി, എങ്കിലും അതിന്റെ പ്രശ്നം ചെറിയ തോതിലേക്ക് ചിലപ്പോൾ നിൽക്കുന്നു. Most of that struggle I've healed from it, but every now and then it bothers me. I felt that little bit yesterday. 98 മുള്ളൻ ബെനേസർ അസംബ്ലിയോട് ചേർന്ന് കൊണ്ട് ഞങ്ങള് പുതിയൊരു സ്ഥലത്താണ് പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ പറഞ്ഞു പുതിയ സ്ഥലം ആണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. In fellowship with the Mullen Brethren Assembly, we started a ministry, but the Lord had impressed upon us to start a new ministry in a new place. 2001 സെപ്റ്റംബറിലാണ് പുതിയ അസംബ്ലി കൂടി തുടങ്ങിയത്. We started an assembly in 2001. 23 വർഷം കഴിഞ്ഞപ്പോൾ 50 പേരോളം ഉണ്ട്. പക്ഷേ 200-ലധികം പേര് ഞങ്ങൾ അവിടുന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി. Now we have an assembly of about 50 people, but there are over 200 people who have gone to other places. അമേരിക്കയുടെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങളുടെ അസംബ്ലി തോന്നുന്നുണ്ട്. ഞാൻ പലരെ മീറ്റ് ചെയ്തു, പലയിടത്ത് താമസിച്ചു. ആ നിലയിൽ വലിയ ഒരു ബന്ധം യുഎസുമായിട്ട് എനിക്ക് വന്നു. Lot of our believers are now settled in US in various parts, and I continue to maintain good fellowship with them. ഞങ്ങൾ അവിടെ ഔട്ട്റീച്ച് വർക്ക് നടക്കുമായിരുന്നു മുംബൈയിൽ. അത് 2000 ഉണ്ടാക്കി സെൻട്രലും വെസ്റ്റേണും ആക്കി മാറ്റി. സെൻട്രലും ഹാർബറും കൂടെ ആ ഔട്ട്റീച്ച് വർക്ക് മുഖേന 2000 ശേഷം ഞങ്ങളുടെ അസംബ്ലി ഉൾപ്പെടെ 9 പുതിയ അസംബ്ലികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. So we divided Mumbai into 2, central part and also the western part. As a result of our ministries, we were able to plant 9 assemblies. ഈ ഔട്ട്റീച്ചിന് നമ്പർ കൂടി കൊണ്ടാണ് ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് പിന്നെ വരുവാനുള്ള സൗകര്യം നോക്കി. As the number of people started increasing, we decided to have more assemblies. ഇപ്പോൾ മുംബൈ ആൻഡ് സബർബ്സിൽ 92 അസംബ്ലികളുണ്ട്. So in the suburbs of Mumbai, we have 92 assemblies now. 4 കോടി ജനമാണുള്ളത്. Of course, we know that there are 40 million people. മുംബൈ ആൻഡ് സബർബ്സ് ഗ്രേറ്റർ മുംബൈ, താന, പാൽഘർ, റായ്ഗഡ്, ഇത് 4 കൂടെ ഉൾപ്പെടുന്നതാണ് മുംബൈ ആൻഡ് സബർബ്സ്. So all these 4 areas come together to call what I call Mumbai. ഈ അടുത്ത വർഷത്തേക്ക് അസംബ്ലി പിന്നെയും കൂടും. And the number of assemblies are continuing to increase. 10-33 മറാഠ അസംബ്ലി, ഒരു 13 തെലുങ്ക് അസംബ്ലി, പിന്നീട് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, ഇങ്ങനെയാണ് ബാക്കി അസംബ്ലികളുടെ നില. So we have many assemblies coming representing the different language groups. ദുഃഖം എന്ന് പറയട്ടെ, The sad thing is 12 കോടിയിലധികം വരുന്ന മഹാരാഷ്ട്രയിൽ ആകെ 180 അസംബ്ലികളേ ഉള്ളൂ. അതിന്റെ പകുതി ഈ മുംബൈ സബർബ്സ്. Maharashtra is a state of over 120 million, but there are only 180 assemblies. There are only about 180 assemblies in a state with 120 million people. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 12 അസംബ്ലികൾ പുതുതായിട്ടുണ്ടായിട്ടുണ്ട്. In the last 2 years, we have had 12 or 13 assemblies. മഹാരാഷ്ട്ര കൂടുതൽ 11 ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ കൂടി വരെ ഒന്നുമില്ല. 23 ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ കൂടി വരെ ഉണ്ട്. 2 പ്രവർത്തനം നടക്കുന്നു. നിങ്ങൾ മഹാരാഷ്ട്ര ഓർത്ത് പ്രാർത്ഥിക്കുക. Please pray for Maharashtra, as there are many districts and areas where the witness of Christ is not there. ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം മാത്രം പറയാം. I would like to point out one aspect. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന്റെ പോപ്പുലേഷൻ 20 ലക്ഷം സംതിങ്ങേ ഉള്ളൂ. The population of Pathanamthitta district is little over 2 million. അവിടുത്തെ അസംബ്ലികൾ 200 പ്ലസ് അസംബ്ലി, 200 പ്ലസ് ഇവാഞ്ചലിസ്റ്റ്. So there are more than 200 assemblies and more than 200 evangelists in the district of ലോകത്തിൽ ഏറ്റവും ഇത്രയും ചെറിയ ഏരിയയിൽ ഏറ്റവും കൂടുതൽ അസംബ്ലികളുള്ള സ്ഥലമാണ് പത്തനംതിട്ട ഡിസ്ട്രിക്ട്. Pathanamthitta district is the one district
that is most saturated with ഞാൻ ഇതിനെ കുറിച്ചുള്ള assemblies. സ്റ്റഡി നടത്തുന്ന ആളാണ്. And I try to study these ഏറ്റവും കൂടുതൽ things. മിഷണറിമാർ പോയിട്ടുള്ള സ്ഥലം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ. Pathanamthitta, the most missionaries have gone out from Pathanamthitta. അപ്പൊ നമ്മൾ നോക്കിയേ, പിന്നീട് 100-ലധികം അസംബ്ലിയുള്ള കേരളത്തിലെ ഡിസ്ട്രിക്ട് എറണാകുളം മാത്രമേ ഉള്ളൂ. 93 തിരുവനന്തപുരം ജില്ലയിലുമാണ്. Then the second place goes to Ernakulam with 93 assemblies, and then comes കോട്ടയം Trivandrum. 80 വരുന്നു. And Kottayam has about ഇങ്ങനെ 80. പൊതുവിലൊരു സ്ഥിതിയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ അത്ര 20 ലക്ഷം ഉള്ളിടത്ത്, ഇത്രയും സഭകൾ ഉള്ളിടത്ത്, ഈ 12 കോടിയിലൊക്കെ വരുന്നിടത്ത് 180 അസംബ്ലി എന്ന് പറയുമ്പോൾ 10 ജില്ലയിലുള്ളതിനേക്കാൾ താഴെ അസംബ്ലികളാണ് മഹാരാഷ്ട്രയിലുള്ളത്. The reason I shared these numbers was just to see how few are the number of assemblies in the large state of നിങ്ങൾ Maharashtra. അവിടെ മഹാരാഷ്ട്രയിൽ പുതിയ വർക്കുകൾ തുടങ്ങുന്നതിനും ഇന്ത്യയിലെ വർക്കുകളെ ആകമാനം ദൈവം അഭിവൃദ്ധിപ്പെടുന്നതിനായിട്ട് പ്രാർത്ഥിക്കുക. Please pray for all the ministries in India, particularly that the Lord's work will continue to increase in Maharashtra. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. I want to share one more thing. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു മിനിസ്ട്രി എന്ന് പറയുന്നത് 98 മുതൽ കഴിഞ്ഞ 26 വർഷമാണ് ചെയ്തത്. ഹോസ്പിറ്റലിലെ, നമ്മുടെ ബദനി ഹോസ്പിറ്റലിലെ മിനിസ്ട്രി ചെയ്യുന്നു. We for the last 26 years we are doing ministries through the Bethany Hospital. ഞങ്ങൾ 98 അവിടെ വരുന്ന സമയത്ത് അത് 40 ബെഡുമായിട്ട് ഡോക്ടർ സ്റ്റീഫൻ ആൽഫർട്ട് തുടങ്ങിയ ഒരു ചെറിയ ഹോസ്പിറ്റലാണ്. When we came there in 1998, the hospital only had 40 beds. അത് പിന്നീട് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ 65 ബെഡേ കിട്ടിയുള്ളൂ. Now it increased up to 65 beds. നീഡ് വളരെ കൂടി. The needs increased. വേറെ സ്ഥലം വാങ്ങിച്ച് പണിഞ്ഞ് ആദ്യം 125 ബെഡ് 2011 125 ബെഡുമായിട്ട് അടുത്ത ഒരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങി. ഈ പഴയ ഹോസ്പിറ്റല് നേഴ്സസ് ഹോസ്റ്റലാക്കി മാറ്റി. We built a new hospital that had a capacity of 125 beds. അടുത്ത സ്ഥലം കൂടെ വാങ്ങിച്ച് 75 ബെഡ് കൂടെ വർദ്ധിപ്പിച്ചു. ഇപ്പം 200 ബെഡുള്ള ഹോസ്പിറ്റലാണ്. 2012 മുതൽ 3 ദിവസം ഞങ്ങൾ റെഗുലറായിട്ട് പോകുന്നു. ഞാനും ഷേർലിയും ഇവിടെ, ഷേർലി ഒരു 3-4 വർഷം കൂടെ വന്നു. ഇപ്പോഴും ആവശ്യമുള്ളപ്പോഴൊക്കെ വരും. ആ മിനിസ്ട്രി തുടരുന്നു. So me and Shirley, we do ministry in this 200 bed facility hospital system. അവിടെ തുടങ്ങുമ്പോൾ ഡോക്ടർ സ്റ്റീഫന്റെ പിതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം പോകും, ഞാനും അങ്ങനെ ആദ്യ സമയങ്ങളിൽ 1-2 ദിവസം ഞാൻ ആഴ്ച പോകത്തുള്ളായിരുന്നു. 12 മുതൽ അത് റെഗുലർ 3 ദിവസവും 4 ദിവസവുമായി. When we started, brother Dr. Stephen's father was there. We started with 1 or 2 days. Now I go 3, sometimes even 4 വളരെ times a സുവിശേഷ week. സ്നേഹിയായ ഒരു വ്യക്തിയായിരുന്നു അങ്കിൾ ആൽഫർട്ട്. This brother Alfred was a person who loved Christ and loved the gospel. പിന്നീട് ഇപ്പോൾ ഞങ്ങൾ 2021 ദൈവം സഹായിച്ച മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ടായി. In 2021, our ministry took a different turn. ഇത് നിർത്തി വെക്കേണ്ടി വന്ന കോവിഡ് സമയത്ത് 6 മാസം, ഒരു ആദ്യ ഫസ്റ്റ് സ്പ്രെഡിങ് ടൈമിലും 3 മാസവും നിർത്തിയതേ ഉള്ളൂ. എന്നാൽ 21 മറ്റൊരു സഹോദരൻ എൻ്റെ കൂടെ വന്നു. So we had to stop the operations, our ministry, for a couple months due to COVID. But then 2021, another brother joined me. ഹോസ്പിറ്റലിൽ അസംബ്ലി ഉണ്ട് ബദേസ്. അവിടുത്തെ സീനിയർ എൽഡർ, അദ്ദേഹം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ജനറൽ മാനേജറായിരുന്നു. അദ്ദേഹം 21 ഒക്ടോബർ 31 റിട്ടയർഡ് ആയി. നവംബർ 1 മുതൽ എൻ്റെ കൂടെ അദ്ദേഹം പ്രവർത്തനത്തിന് വരുവാൻ തുടങ്ങി. This brother who retired from Indian Oil Corporation, the very next day after his retirement, he started accompanying me for ministry. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ആ മിനിസ്ട്രി ചെയ്യുന്നതുകൊണ്ട് അതിന് മുടക്കം കൂടാതെ മുൻപോട്ട് പോകുന്നു. And we have been associating together. So even in my absence, this brother is continuing. അവിടെ ഹോസ്പിറ്റലിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വെക്കാനുണ്ട്. അവിടെ ഇംഗ്ലീഷിൽ, മറാഠി, ന്യൂ ടെസ്റ്റ്മെന്റും ഗോസ്പലും വെച്ചിരിക്കുന്ന, ആർക്കും എടുത്തുകൊണ്ട് പോകത്തക്ക നിലയിലാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഗോസ്പൽ പറയും, എടുത്ത് അവർ കൊടുക്കും. പലരും പേടിച്ചിരിക്കുന്നത് കൊണ്ടുപോകാന്ന് വിചാരിച്ച് അവർ കൊണ്ടുപോകും, വായിക്കും. When we went there, we have a display where there is the gospel in English and also Marathi language. A lot of people take it, read it, and take it with them. ആ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. Please pray for this ഞങ്ങൾ ministry. ICCU കീമോതെറാപ്പിയുടെ എല്ലായിടത്തും ഞങ്ങൾ പോകുന്നുണ്ട്. We go to the intensive care units, chemotherapy areas. അവരുടെ ഒരു സ്ഥിതി ഞാൻ പലപ്പോഴും കണ്ടത്, ഞങ്ങൾ ICUലൊക്കെ ചെല്ലുമ്പോൾ മൂക്കിലൊക്കെ വെന്റിലേറ്റർ ഒക്കെ ഇട്ട് അങ്ങാവുന്ന നിലയിൽ ഒന്നും പറയാൻ കഴിയാത്ത ആൾക്കാർ കാണും. എന്നാൽ അടുത്ത ബെഡിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നിടത്താണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. So we go and visit these patients in ICU. So we offer prayers. We pray for people only upon their request. ആ ഗോസ്പലൊക്കെ പറയുമ്പോൾ അടുത്ത ബെഡിൽ നിന്ന് ആ അനങ്ങാമയ്യ കിടക്കുന്നവരെ അവരെ ഇങ്ങനെ കൈ ഇങ്ങനെ ആട്ടി അങ്ങോട്ട് വരണം, പ്രാർത്ഥിക്കണം എന്ന് ഇങ്ങനെ വിളിക്കും. And what we have witnessed is that patients who are
in the nearby beds, they slowly wave at us and ask us to come and അത് pray. കാണുമ്പോൾ നമ്മുടെ ഹൃദയം അലിയും. When we see that, our hearts melt. ഐസിയുലും കയറി ഇറങ്ങുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ദൈവമേ, ഇവരുടെയൊക്കെ സ്ഥിതി എത്ര ഭയങ്കരമാണ്, ദൈവം നമ്മളെ ഇങ്ങനെ സൂക്ഷിക്കുന്നല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അനേകം മടങ്ങ് സ്തുതിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. Many times when I go to the ICU ministry and come out, I always thank God. I'm grateful for the good health He has given ഞങ്ങൾ us. പോകുന്ന മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ആണ്. രണ്ട് സഹോദരിമാര് നമ്മുടെ അസംബ്ലിയിൽ നിന്നല്ല, നമ്മുടെ അസംബ്ലിയിൽ നിന്നും പലർക്കും സമയമില്ല, റെഡിമേഡ്സ് രണ്ട് സഹോദരിമാര് ട്യൂസ്ഡേയിലും തേഴ്സ്ഡേയിലും പോകുന്നുണ്ട്. Yeah, so we go there 3 days a week, and then two sisters from the Redeemer's Church, they go there Tuesdays and Thursdays. So there's ministry 5 days a week. അതിൽ ഒരാളുടെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. And one sister, her husband is working. രവീന്ദ്രനാഥ പൈഡി വരാത്ത ഒരു തെലുങ്ക് ബ്രദറാണ് എന്നോട് വരുന്നത്. അദ്ദേഹം വരാത്തപ്പോൾ ഷേർലി എന്നോട് വരും. And I am accompanied by a brother from Andhra Pradesh. And when he is not able to come, then Shirley joins me in the ministry. അതിന്റെ 1-2 എസെൻഷ്യൽ വർക്കുകൾ ഇപ്പൊ നടക്കുന്നുണ്ട്. ഒരു പാലിയേറ്റീവ് കെയറും ഓൾഡ് ഏജ് ഹോമൊക്കെ അതൊക്കെ ഈ വർഷം തുടങ്ങും. വേറെ റിട്രീറ്റ്സ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ കൃപയാൽ ഇങ്ങനെ നടക്കുന്നു. ഒരു വാക്കൂടെ ഞാൻ പറയാം. ഇവിടുന്ന് ബില്ലി ഗ്രഹാമിന്റെ മകൻ ഫ്രാങ്ക്ലിനാണ് ഈ ഹോസ്പിറ്റലിന്റെ സകല കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയും സപ്പോർട്ട് ചെയ്യുന്നത്. And so I wanted to mention that Billy Graham's son Franklin and his ministry has supported. ഫ്രാങ്ക്ലിൻ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു സൈഡ് ഉണ്ട്. ഫ്രാങ്ക്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന നോർത്ത് കരോലിനാൻ്റെ ഒരു ബില്യണർ ഉണ്ട്. അദ്ദേഹമാണ് ഇതിനെ മെയിൻലി സപ്പോർട്ട് ചെയ്യുന്നത്. GM ആയിട്ട് സപ്പോർട്ട് ഉണ്ട്. There's a very wealthy Christian in North Carolina who provides majority of the funding for the ministry. ഈ മിനിസ്ട്രി ഒക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. Please pray for this ministry. മക്കൾ രണ്ടുപേരാണ്. I have 2 children. മൂത്ത മകനും കുടുംബം അവർ ദുബൈയിലുണ്ട്. അവർക്ക് 2 മക്കളുണ്ട്. 8 വയസ്സും 5 വയസ്സുള്ള 2 കൊച്ചുമക്കൾ ഞങ്ങൾക്കുണ്ട്. My oldest son and his family, they live in Dubai. I have 2 grandchildren. ഇവിടെ ഇളയ മകനും ഫാമിലിയുമാണ് ചിക്കാഗോയിലുള്ളത്. My youngest son and family are in Chicago. അവർ 6 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. We are praying that they also will have children. ബ്രദേഴ്സ് 3 പേരാണ്. ഞാൻ, എൻ്റെ ഇളയ ബ്രദർ രാജ്മോൻ സിൽവാസയിൽ യൂണിയൻ ടെറിട്ടറിയിൽ കെട്ടാൻവേലയിലായി, പിന്നീട് ബിനോജി. We are 3 siblings, myself and my younger brother who is doing ministry in one of the union territory in India, and then Binoy. ഷേർലിയുടെ അനിയത്തിയും ഫാമിലി അവരും കെട്ടാൻവേലയിലാണ്. Shirley's sister and family are also in the അവർ Lord's work. കൽക്കട്ടയിലാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത്. ഇപ്പോൾ അവർ ദുബൈയിലുണ്ട്. ഈ വർഷം എൻഡിൽ അവർ മടങ്ങി. അടുത്ത വർഷം ആദ്യം അവർ വീണ്ടും കൽക്കട്ടയിലേക്ക് പോകും. They are focusing their ministry efforts in Calcutta. They are in Dubai now. They will return to Calcutta. ഇത് നമ്മുടെ അല്പസമയത്ത് അല്പസമയം ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഇതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരത്തില്ല. വചന ശുശ്രൂഷ കടക്കുന്നു. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. I would like to share a brief meditation from the book of Leviticus, chapter 25, the first 4 verses. Leviticus, chapter 25, verses 1 through 4. 1-2 വാക്യങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. അവിടെ സീനായി പർവ്വതത്തിൽ യഹോവ മോശയോട് പറഞ്ഞാണ്. 3-ാം വാക്യം, 6 സംവത്സരം നിലം വിതയ്ക്കണം. അവൻ 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിച്ച് അനുഭവം എടുക്കണം. 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബത്തായ യഹോവയുടെ ശബത്തായിരിക്കണം. നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിക്കുകയും ചെയ്യരുത്. Verse 3, for 6 years sow your fields, and for 6 years prune your vineyards and gather their crops. But in the 7th year, the land is to have a Sabbath of rest, a Sabbath to the Lord. Do not sow your fields or prune your vineyards. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ശബത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇത്ര വിശദമായിട്ട് ശബത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അധ്യായം ലേവ്യ പുസ്തകം 25-ാം അധ്യായമാണ്. After it's first mentioned in Exodus chapter 20, the next time we see details given about Sabbath is in Leviticus 25. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 10 കൽപ്പനയിൽ ഒന്നാണ് ശബത്ത് എന്നറിയാം. We know that in the 10 commandments, observing the Sabbath is one of the commandments. ആദ്യത്തെ 4 കൽപ്പന മനുഷ്യനും ദൈവവുമായിട്ടുള്ളതാണ്. The first 4 commandments describe the relationship with human beings and God. അടുത്ത 6 കൽപ്പന മനുഷ്യനുമായിട്ടുള്ളതാണ്. The next 6 commandments talk about interpersonal relationships. 20-ാം അധ്യായത്തിൽ ഈ 10 കൽപ്പന നിങ്ങളത് വായിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 4 വാക്യങ്ങളിൽ വന്നിരിക്കുന്നു. അതിന് മുകളിലുള്ളതും 4 വാക്യം ഉണ്ടെങ്കിലും 3 വാക്യമുള്ളൂ. ഈ 10 കൽപ്പനയിൽ കൂടുതൽ വിശദീകരിച്ചിരിക്കുന്ന ശബത്തിനെ കുറിച്ചാണ്. If you read the 10 commandments in depth, you will see that
the most commonly mentioned theme is around Sabbath. അനേക ഭാഗങ്ങളിൽ എസ്രായുടെ പുസ്തകത്തിൽ, പ്രവചന പുസ്തകങ്ങളിൽ എല്ലാം ഈ ശബത്ത് അനുഷ്ഠിക്കേണ്ടതും ആചരിക്കേണ്ടതും എന്താണെന്ന് അവരോട് വളരെ വിശദമായിട്ട് അങ്ങനെ ചെയ്യണമെന്നുള്ളത് പിന്നെയും പിന്നെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. In the book of Ezra and also in the prophetic books, we see very specific practical details on how to observe the Sabbath. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ 6 ദിവസം വേലയാണ്, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടുന്ന സ്വസ്ഥതയുള്ള ശബത്ത്, അന്നൊരു വേലയും ചെയ്യരുത്, നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് യഹോവയുടെ ശബത്താകുന്നു എന്ന് പറയുന്നു. In Leviticus 23 verse 3, it says there are 6 days when you may work, but the 7th day is a Sabbath of rest, a day of sacred assembly. ഈ ശബത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന 6 വർഷത്തിലേക്ക് വരികയാണ് ഈ 25-ാം അധ്യായത്തിൽ. In Leviticus chapter 25, this after mentioning the 6 days and then talking about Sabbath, it is followed by a mention of 6 years. 6 ദിവസം പിന്നീട് 6 വർഷമാകുകയാണ്. 6 days become 6 years. 6 വർഷം അത് കഴിഞ്ഞിട്ട് അങ്ങനെ 6 1 7 ആവും. 7 ഉള്ള 49 വർഷം കഴിഞ്ഞിട്ട് 50 വരുന്ന യോവേൽ വർഷമായിട്ട് വരുന്ന ഇവിടെ കാണിക്കുന്നു. Then after 49 years we see that is the year of year of Jubilee. ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ ഷോർട്ട് ചെയ്യാണ്, 6 വർഷം ഇതിന്റെ അത്യാവശ്യം മറ്റു അത്യാവശ്യം സമയം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റൂ. 6 വർഷം നിങ്ങൾ കൃഷി ചെയ്യണം, 7-ാം വർഷം നിങ്ങളത് തരിശായിട്ടിടണം. The Lord is giving specific information, commands here, saying that for 6 years you shall work on the land, and the 7th year you shall not do any work on the ഉൽപ്പത്തി land. പുസ്തകം നമുക്ക് നോക്കും അറിയാം. ഞാൻ ഈ വാക്കുകൾ വായിക്കാൻ പറയാണ്. ഈ ശബത്തൊക്കെ 6 ദിവസം കൊണ്ടാണ് ദൈവം ആകാശത്തെ ഭൂമി എല്ലാം ഉണ്ടാക്കിയിട്ട് 7-ാം ദിവസം സ്വസ്ഥമായിട്ടിരുന്നു. അതിന് സ്വസ്ഥതയാണ് ശബത്തിനെ കാണിക്കുന്നത്. God created the earth and the entire creation in 6 days, and on the 7th day he rested. ഈ 6 വർഷം കൃഷി ചെയ്തിട്ട് 7-ാം വർഷം കൃഷി ചെയ്ത് പറയുമ്പോൾ ദൈവം ഒരു വ്യവസ്ഥ കൊടുത്തു. God, by saying that you shall work 6 years and not work the 7th year, God is putting a condition there. 25-ന്റെ ലേവ്യ പുസ്തകം 28-ാം വാക്യം, നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ച് എന്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം, എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും, ഭൂമി അതിന്റെ ഫലം തരും എന്ന് പറഞ്ഞിരിക്കുന്നു. In Leviticus chapter 25 verse 8, 18. In verse 18 it says that follow my decrees and be careful to obey my laws, then and you will live safely in the land. 20-22 ഒന്ന് നോക്കിയാൽ മതി. എന്നാൽ 7-ാം സംവത്സരത്തിൽ നിങ്ങൾ എന്ത് ഭക്ഷിക്കും, ഞങ്ങൾ എന്ത് വിതയ്ക്കും, ഞങ്ങളുടെ അനുഭവം എടുക്കുകയും ചെയ്യരുതല്ലോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, ഞാൻ 6-ാം സംവത്സരത്തിൽ നിങ്ങൾക്ക് എന്റെ അനുഗ്രഹം അരുളുകയും അത് 3 സംവത്സരത്തേക്കുള്ള അനുഭവം തരികയും ചെയ്യും. ദൈവം പറയുകയാണ്, നിങ്ങൾ 7-ാം വർഷം എന്ത് ഭക്ഷിക്കുമെന്നൊന്ന് വിചാരിക്കണ്ട, ഞാന് 6-ാം വർഷത്തിൽ എത്ര ഇരട്ടി തരും? 3 ഇരട്ടി തരും. God is saying that if you are worried about what you will eat in the 7th year, don't worry about it, because in the 6th year I'm going to give you triple fold. ഈ ദൈവം കൊടുത്ത വ്യവസ്ഥ ഈ ഇസ്രായേൽ മക്കൾ പാലിച്ചു. Did the Israelites follow this condition that God gave them? അവർ പാലിച്ചില്ല. They did not follow this. അവരെ നമ്മൾ ഇനിയും ഈ യോശുവയുടെ പുസ്തകം ഇങ്ങോട്ട് വന്നത് അത് വിജയത്തിന്റെ പുസ്തകമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം പരാജയത്തിന്റെ പുസ്തകമാണ്. പരാജയത്തിന്റെ പുസ്തകമായിരിക്കും ന്യായാധിപന്മാരുടെ കാലത്തിലേക്ക്. ആ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് യോശുവയും പിന്നീടുള്ള മൂപ്പന്മാരുടെ കാലത്ത് അവർ യഹോവയുടെ വചനം അനുസരിച്ചു, പിന്നീട് യഹോവയുടെ വഴി വിട്ടു പോയി. When we come to the book of Joshua, we see the Israelites, the elders, following God, but when we come to Judges, we see that they have disobeyed God's commands. ദൈവത്തിന്റെ വഴികള് അവർ വിട്ടുപോയി. They departed from the Lord's ways. അവർ ഈ ശബത്ത് ആചരിക്കാതെ വന്നു. They stopped observing the Sabbath. ദൈവം അത് കണക്കുകൂട്ടി എത്ര വർഷം അവർ ആചരിച്ചില്ലെന്നൂടെ പറയുന്നു. God even calculated how many years they did not follow Sabbath. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിലേക്ക് വരിക, അതിന് 36-ാം അധ്യായം. 2 Chronicles chapter 36. 36-ന്റെ 20-ഉം 21-ഉം നമ്മളൊന്ന് വായിക്കുക. 20 and 21 verses 20-21. അവിടെ
അവർ ബാബയിലേക്ക് കൊണ്ടുപോയി പാർസി രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കും വരെ അവർ അവിടെ അവനും അവന്റെ പുത്രന്മാരും അടിമകളായിരുന്നു. 21 Verse 21. യിരെമ്യാ മുഖാന്തരം യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടത് ദേശം അതിന്റെ, ശ്രദ്ധിക്കുക, ശബത്ത് അനുഭവിച്ച് കഴിയുവോളം തന്നെ 70 സംവത്സരം തികയോളം അത് ശൂന്യമായി കിടന്ന കാലത്തൊക്കെയും ശബത്ത് എത്ര വർഷം അവരെ ഇത് ശബത്ത് അനുസരിക്കാതെ വിട്ടു എന്നിവിടെ കണക്കുണ്ട്. The land enjoyed its Sabbath rest all the time of its desolation it rested until the 70 years were completed in the fulfillment of the word of Lord. ബാബയിലേക്ക് 70 വർഷം കൊണ്ടുപോയെന്ന് നമ്മൾ പറയുമ്പോൾ എന്തിനാ ബാബയിലേക്ക് 70 വർഷം കൊണ്ടുപോയത്? Why did God take his people to Babylon for 70 years? 490 വർഷം അവർ ശബത്ത് അനുഷ്ഠിച്ചില്ല. Because we read that for 490 years they did not observe the ദൈവത്തിന് Sabbath. ശബത്ത് വേണമായിരുന്നു. അതിന്റെ 490ന്റെ 7-1 70 വരുന്ന ആ കാലഘട്ടത്തിൽ അവരെ ഈ ഭൂമി എത്രയോ കൃത്യമായിട്ട് ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ച് കഴിയുവോളം 70. Verse 21, we see very clearly that out of the 490 years, 1/7 of that time, for that 70 years, just like God promised, the land was desolate. ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പന God has given this decree. അനുസരിക്കാതെ പോയെങ്കിൽ If we do not obey God's commandments, ദൈവം അവരെ വിടുകയില്ല. God is not going to let them അവരെ go. ബാബേലിലേക്ക് കൊണ്ടുപോയി. God took them to 70 Babylon. വർഷം അവരോട് താമസിച്ചപ്പോൾ ഈ ദേശത്തിന് ശബത്ത് കിട്ടി. So when they lived there 70 years, we see that that was a Sabbath that came about. നമ്മളെ യിരെമ്യാ പ്രവചനം 25-ാമത്തെ അധ്യായത്തിലാണ് യിരെമ്യാവിനോട് ദൈവം പറയുമ്പോൾ 70 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് അവിടുന്ന് വിടുതൽ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ദാനിയേൽ പ്രവാചകൻ വായിച്ച് 70 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് വിടുതൽ ഉണ്ടാകുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. In Jeremiah chapter 25, we see the Lord speaking to Jeremiah about the same 70 അത് years. 25-ന്റെ 11-12 വാക്യങ്ങൾ നോക്കിയാൽ മതി. In verse 11 and 12, we see this fact. 36-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴാണ് ആരുടെ കാലത്താണ് ഇവർ പോകേണ്ടി വന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. In Jeremiah chapter 36, we see the ruler under which that God's people had to go to Babylon. ക്രൂരനായ രാജാവായിരുന്നു യെഹോയാക്കീം. Jehoiakim was a very cruel ruler. നല്ല രാജാവായിരുന്നു. Josiah was a great king. യിരെമ്യാവ് ബാരൂക്കിനെ കൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടെല്ലാം എഴുതിച്ച് പുസ്തക ചുരുളിലാക്കി. Jeremiah used Baruch to write about all the revelations he had received from God. അതെല്ലാം എഴുതി വെച്ചു. He documented all of that. രാജാവ് അറിഞ്ഞത്. The king came to know about this. നേര്യാവിനോട് പറഞ്ഞു, രാജാവ് പറഞ്ഞു. അതിന്റെ 21 മുതൽ താഴോട്ട് ഇങ്ങോട്ട് വായിക്കുമ്പോൾ 36 യെരമ്യാ 36-ന്റെ 21 മുതൽ അവിടെ രാജാവ് ചുരുൾ എടുത്തുകൊണ്ട് വരുവാൻ യഹൂദിയെ അയച്ച് ആ ചുരുൾ കൊണ്ടുവരുന്നു. The king sends a man by the name Jehudi to bring the scrolls. അത് കൊണ്ടുവന്നപ്പോൾ രാജാവ് തണുപ്പ് സമയമാണ്, ഹേമന്തഗ്രഹത്തിൽ ഇരിക്കുകയാണ്, നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. The king was sitting in front of a fire with burning with the fire pot because it was cold. ഈ വായിച്ചത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് എതിരാന്ന് കഴിഞ്ഞപ്പോൾ പേനാക്കത്തി കൊണ്ട് രാജാവ് ഈ ചുരുളിനെ കണ്ടിച്ചു. And താഴോട്ട് പറയുന്നത് വായിച്ചു. When the king heard that this was all against what they have been practicing, he became very angry and he destroyed the അത് scrolls. കത്തി തീരുന്നവരെ തീയിൽ ഇട്ടുകൊണ്ട്. And he threw all of that scroll and waited for it to burn to ashes. ഈ ശബത്ത് ആചരിച്ചെന്ന് മാത്രമല്ല, ദൈവത്തെ പൂർണ്ണമായിട്ട് അപമാനിച്ചു. അപ്പോഴാണ് ഇവരെ ബാബിലേക്ക് പോകേണ്ടതായിട്ട് വന്നത്. More than disobeying God, they totally departed from the Lord's ways and ignored his commandments. രണ്ടാമത് നമ്മൾ അവിടെ കാണുന്ന പിന്നെയും യെരമ്യാവ് ഈ ചുരുൾ എഴുതിയതായിട്ട് നമ്മൾ അടുത്ത 36 തീരുന്നത് തന്നെ കാണുന്നു. ലാസ്റ്റ് കാണുന്നു. At the end of chapter 36, we see how Jeremiah started writing the scrolls again. മാത്രമല്ല, Not only that, ഈ രാജാവിന് എന്ത് സംഭവിച്ചു? what happened to this king? അദ്ദേഹത്തെ കൊന്നുവെന്ന് മാത്രമല്ല, വെയിലത്ത് ഈ യെഹോയാക്കീമിന്റെ ശവം കിടന്നെന്നാ പറയുന്നു. It's not only that he was killed,
but his dead body was kept under the sun for a long time. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചാൽ, അനുസരിക്കാതെ പോയാൽ എത്രമാത്രമായിരിക്കും സ്ഥിതി. അതുകൊണ്ട് ദൈവകൽപ്പന വിട്ടു മാറാതെ പോകാൻ നമ്മളെയും നമ്മുടെ തലമുറയെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ തലമുറയെ ഇത് പഠിപ്പിക്കുക. One thing is very clear, that if we disobey, if we do not follow God's decrees and commands, and if we do not ourselves practice and not train our next generation to practice, our fate will not be different. പല പോയിന്റുകളുണ്ട്, ഞാൻ ഒരു പോയിന്റ് മാത്രമേ ഇപ്പം പറഞ്ഞുള്ളൂ ഇതിനകത്തുനിന്ന്. I shared only one point from ഇനി ഒരു പോയിന്റ് കൂടെ മാത്രമേ ഇതിനകത്ത് പറയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. I would like to share one more point from this. ഇവിടെ ഇവരോട് പറഞ്ഞു, ഈ 6 വർഷം കൃഷി ചെയ്ത് 7-ാം വർഷം അത് ഫ്രീ ആയിട്ട് ഇടണം, അത് കൃഷി ചെയ്യരുത്. So 6 years you will work the land, 7th year you should leave, you should let the land rest. അവരത് വിശ്വസിച്ചു. They did not believe it. കർത്താവ് ഈ ഭൂമിയിലായിരുന്നു പറഞ്ഞൊരു കാര്യം നമുക്കറിയാം. You remember what the Lord Jesus said when he was on earth? വാക്യമായി ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ, In Luke chapter 12 verse 29, നിങ്ങള് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കുമെന്ന് വിചാരപ്പെട്ടു. the Lord Jesus said that you should not worry about what you will eat and what you will wear. അതൊക്കെയും സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് തരും. All these things your Father in heaven will give you. അവര് ഈ യഹൂദൻ ഈ കർത്താവിന്റെ കാലത്ത് അന്നുള്ളവർ പോലും ആ കാര്യങ്ങളിൽ അവനെ അനുഗമിച്ചു പോലും ആ നിലയിൽ സംശയിച്ചിട്ടുണ്ട്. Even we know that the Lord's disciples mistrusted him in many things. ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നൊക്കെ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. They even asked Jesus, Lord, what will we get if we follow you? നിലം വിതയ്ക്കരുതെന്നാണ് 7-ാമത്തെ കൃഷി ചെയ്തെന്ന് പറഞ്ഞു, അവരത് ചെയ്തു. They were commanded not to work on the 7th year. അതിനോട് ചേർന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇനി യോവേൽ സംവത്സരത്തിന് ഈ അന്ന് വസ്തു വിൽക്കുമ്പോൾ ഒരു പ്രമാണമുണ്ട്. When you come to the year of the Jubilee, there's a particular stipulation when there is a transaction of a property. അതിൽ 25-ന്റെ 14 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കുക. In verses 14 and following, ഇതാ ഞാൻ രണ്ടാമത്തെ പോയിന്റ് എടുക്കുന്നേ ഉള്ളൂ. this is where I wanted to mention the second point. കൂട്ടുകാരൻ എന്തെങ്കിലും വിൽക്കുകയോ കൂട്ടുകാരൻ എന്തെങ്കിലും വാങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. യോവേൽ സംവത്സരത്തിന് പിൻപുള്ള സംവത്സരങ്ങൾ സംഖ്യയ്ക്കൊത്തോണം നിന്റെ കൂട്ടുകാരന് വാങ്ങണം, അനുഭവമുള്ള സംവത്സരങ്ങളുടെ സംഖ്യയ്ക്കൊത്തോണം അവന് നീ വിൽക്കണം. It is it's written there that if you sell something to your friend, do not take advantage of him. 16-ാം വാക്യത്തിൽ സംവത്സരങ്ങൾ ഏറിയിരുന്നാൽ വില ഉയർത്തണം, സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തണം, അനുഭവത്തിന്റെ കാലസംഖ്യയ്ക്കൊത്തവണ്ണം അവൻ നിനക്ക് വിൽക്കുന്നു. ആയാൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. Do not take advantage of each other, but fear your God. I am the Lord your God. അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനത് വായിച്ചില്ല, നിങ്ങൾ പറഞ്ഞു, നിന്റെ ദൈവത്തെ ഭയപ്പെടണം. You have to fear God. ഈ അധ്യായത്തിൽ എത്ര പ്രാവശ്യം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്? How many times we see in this chapter the phrase? 43-ാമത്തെ വാക്യത്തിൽ നോക്കിയേ, എന്റെ ലാസ്റ്റ് നോക്കിയേ. In verse 43, നിന്റെ ദൈവത്തെ ഭയപ്പെടണം. You shall fear your God. ഇതെല്ലാം നിന്റെ ദൈവത്തെ നീ ഭയപ്പെടണം. You shall fear your God. ഇത് ഒരു വിൽപ്പനയുടെ ഓർഡറാ പറഞ്ഞിരിക്കുന്നത്. This is as a property transaction. നമ്മൾ മുമ്പേ പറഞ്ഞു 6 വർഷം കഴിഞ്ഞ് 7-ാം സംവത്സരം. We talked about 6 years and then the 7th year. 7 വരുന്ന 49, 7 then it becomes the 49 years. 50 ജൂബിലി വിടുതലിന്റെ വർഷം യോവേൽ സംവത്സരം. 50th year is the year of Jubilee. It is a time of deliverance. ആ 50-ാം വർഷത്തില് ഇപ്പൊ ആരെങ്കിലും കൂട്ടുകാരനും ഇപ്പൊ വായിച്ച ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും വിൽക്കുകയോ ചെയ്താൽ അവൻ ദരിദ്രനായത്തിന് വിറ്റാൽ അവനത് മടക്കി കൊടുക്കും. And it is said that if you are taking advantage, you have to give it back to your friend. ഇത് വിൽക്കുന്ന ഇപ്പൊ 50 വർഷത്തിന് താഴെ ഒരു 45-ാം വർഷം കൊടുത്താൽ 10-45 വർഷം ബാക്കിയുണ്ട്. When it's the sale or what the amount that is to be given is determined on the number of years that is given there. ഇനി 45-ാമത്തെ വർഷം കൊടുത്താൽ പിന്നെ എത്ര വർഷമേ ഉള്ളൂ? 50-ന് 5 വർഷമേ ഉള്ളൂ. If the sale happens in the 45th year, then we only have 5 more years. അതിനൊരു വ്യവസ്ഥ വെച്ചു. God put a condition there. ഈ വർഷങ്ങൾ കുറഞ്ഞിരുന്നാൽ എന്ത് ചെയ്യണം? വില താഴ്ത്തണം. വർഷം കൂടിയിരുന്നാൽ എന്ത് ചെയ്യണം? വില ഉയർത്തണം. If the number of years are decreased, you shall decrease the price. അത് കാരണം 50-ാം വർഷം അവനെ
അവനത് തിരിച്ചു കൊടുക്കണം. Because in the 50th year, the year of the Jubilee, you have to return that to the person. ഞാൻ ഇതിൽ നിന്നൊരു സത്യം നമുക്കറിയാവുന്നതാണ്, നമുക്ക് ഒരുമിച്ച് അങ്ങ് ഷെയർ ചെയ്യാം. Something that is very familiar to us, I would like to share again. ഈ ഭൂമിയിലുള്ള ഒന്നും നമ്മുടേതാണ്. Nothing in this world belongs to us. നിങ്ങളെ പ്രമാണങ്ങൾ, എഗ്രിമെന്റുകൾ വായിക്കുന്നവരും എഴുതുന്നവരും ഒക്കെയാണ്. You all read a lot of contracts and agreements and deeds. നമുക്കൊരു വസ്തുവോ ഒരു സ്ഥലമോ എഗ്രിമെന്റ് എഴുതിയാൽ അതിനകത്ത് ക്ലോസ് ഉണ്ട്, ഇത് നിങ്ങളുടേതല്ല, ഗവൺമെന്റിന്റേതാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് എടുക്കും. In all the contracts and deeds, if you read very carefully, there is a section that writes about that the ultimate authority, ownership of this land belongs to the government and can be taken. Yeah, I'm saying this because I've looked at some of the. ഇതൊന്നും ഇത് ഗവൺമെന്റിനാണ്. ഗവൺമെന്റിന്റെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു, ദൈവം പറയുന്നു ഇത് ഗവൺമെന്റിന്റെ അല്ല, ദേശം ആരുടേതാണ്? എന്റേതാണ്. Especially in the Indian context, when it's written that the government can repossess this land at any time, but God here is saying that none of this belongs to governments, all of this belongs to me. ഈ ഭൂമിയിലുള്ള ഒന്നും നമ്മുടേതല്ല. Nothing in this world belongs to us. അന്യരും പരദേശികളാണ്. We are strangers here. We are pilgrims here. That's why the word of Lord says that if we have enough to eat and survive, that is all that's needed. We must understand the truth from this. നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ എത്ര വർഷമായി ഓർപ്പെട്ടിരിക്കുന്ന പല ഏജിലുള്ളവരാണ്. We are here different age. ഞാൻ സീനിയർ സിറ്റിസൺ ആണ്. I am a senior citizen. ഇനി എത്ര വർഷം കൂടെ ജീവിക്കാനാണ്? How many more years do I have? ഇനി അധികം ഒത്തിരി ഇല്ല, ഈ വന്ന് കുറച്ചുകളെന്ന് എനിക്കറിയാം. I know that I don't have too many years ahead of me. നമ്മുടെ ഭൂമിയിലെ സമയങ്ങൾ കുറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്തോറും ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. When we realize that our number of years on this earth is reduced, we should be giving more time to spiritual. അതാണ് പറയുന്നത്. നമ്മുടെ ഈ സംവത്സരങ്ങൾ ഏറിയിരുന്നാൽ വില ഉയർത്തും, കുറഞ്ഞിരുന്നാൽ നിങ്ങൾ ഇതിന് തീരെ വില കുറച്ച് കാണണം. നമ്മൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വില കുറച്ച് കാണണം. On this earth, we have to give only less value to the things of this world. നമ്മൾ ഇവിടെ വിട്ടു പോകേണ്ടവരാണ്. Because we one day have to leave everything. നമ്മൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് തീരെ വില കുറച്ച് കാണണം. We have to learn how to give lesser value to the things of this world. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഈ ഭൂമിയിലുള്ളതെല്ലാം ചവറുന്നുണ്ട്. Paul says in Philippians that because of the great surpassing knowledge of Jesus Christ, I count everything a loss. പരിജ്ഞാനത്തിന്റെ ആ ശ്രേഷ്ഠതയിലേക്ക് വരുമ്പോഴാണ് ഈ ഭൂമിയിലുള്ളതിനെ ചവറെണ്ണുവാൻ കഴിയുന്നു. We are able to look at everything and say this is a loss, I don't want this, only when we come to the knowledge of the surpassing power of God. ഒരു പോയിന്റിലൂടെ ലാസ്റ്റിലെ പോയിന്റ് ഇനി അങ്ങ് പറയാം. ആ പോയിന്റിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇടയ്ക്കുള്ളത് വിടുന്നു. I would like to share one more last thing before we close. എന്തുകൊണ്ടാണ് ഈ ശബത്ത് 6 കഴിഞ്ഞ് 7 വെച്ചത്? Why did God put this 6 ദിവസം ദൈവം 7-ാം ദിവസം സ്വസ്ഥനായിരുന്നു? Why did God work 6 days and rest on the 7th day? ഇന്ന് ഈ ഭൂമി ഉണ്ടായിട്ട് നമുക്കറിയാം, ഭൂമി മനുഷ്യ സൃഷ്ടി കഴിഞ്ഞിട്ട് 6000 വർഷം കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. We believe that ever since the creation of the human beings, there's about little over 6,000 years of history. യേശുക്രിസ്തുവിന് 1500 വർഷങ്ങൾക്ക് മോശ മുഖാന്തരമാണ് ബൈബിളിലെ ഉൽപ്പത്തി മുതലുള്ള പുസ്തകങ്ങൾ എഴുതിയെങ്കിൽ അതിനു മുമ്പുള്ള ചരിത്രം എന്ന് പറയുന്നത് ഈ വിറ്റുകാട് ചരിത്രമാണ്. അതിന് 5000 വർഷത്തെ ഇന്നേക്ക് 5000 വർഷത്തെ പഴക്കമേ ഉള്ളൂ. Looking at the history of the Egyptians and then the time that Moses lived, the time that Jesus lived, unto this time, that's how we come up with the number 6,000. അതിനുമ്പ് ഒരു ചരിത്രമില്ല. We don't have a history prior to that. ഇന്ന് മനുഷ്യ സൃഷ്ടി കഴിഞ്ഞിട്ട് 6000 വർഷം കഴിഞ്ഞ് 7ലേക്കാണ് കടന്നിരിക്കുന്നത്. We are now approaching the 7,000th year. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, in 2 Peter chapter 3 verse 8, it reads like this. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. Unto the Lord one day is like 1,000 years and 1,000 years is like one day. അപ്പോൾ ദൈവത്തിന് ഈ ദൈവത്തിന് ഇങ്ങനെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുമ്പോൾ ഈ കഴിഞ്ഞുപോയ 6000 വർഷം ദൈവത്തിന് മുൻപിൽ 6 ദിവസം പോലെയാണ് ഇരിക്കുന്നത്. Based on what we read and we look at the history that we know so far,
The last 6,000 years have been only like 6 days. നമുക്ക് to the ഏതെങ്കിലും ഒരു Lord. കാര്യം സ്ഥാപിക്കണമെങ്കിൽ ഒന്നിലധികം വാക്യങ്ങളുടെ പിൻബലം വേണം. We need to read multiple verses. 90-ാം സങ്കീർത്തനം 4-ാം വാക്യം ഒന്ന് നോക്കിയേ. Psalm 90 verse 4. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെ ഇരിക്കുന്നു. Psalm 90 verse 4 says that for 1,000 years in your sight are like a day that has just gone by. ഈ കഴിഞ്ഞു പോയ 6000 വർഷം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ 6 ദിവസം പോലെയാണ്. When God looks at human history, the 6,000 years, it's only 6 days. നമ്മൾ for him. 7-ന്റെ പ്രാരംഭത്തിലാണ്. We are at the kind of at the verge of the 7th. 7 അതിലേക്ക് സ്വസ്ഥതയിലേക്ക് ദൈവം വരണമെങ്കിൽ ദൈവം പുത്രനെ ഭരണം ഏൽപ്പിക്കണം. Before we enter into that time of rest or the 7,000 year or 7th day in God, God has to entrust things യേശു to ക്രിസ്തുവിന്റെ മിനിസ്ട്രിയെ കുറിച്ച് Jesus. നമ്മൾ നോക്കുമ്പോൾ When we read about the ministry of the Lord പിതാവിനോട് Jesus, ഒരുമിച്ചായിരുന്നു. he was with God മത്തായി together. 1:20 മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്നു. He came down to this world for the forgiveness of sins of പാപപരിഹാരം humanity. വരുത്തി തന്റെ 3-ാമത്തെ ശുശ്രൂഷയിൽ ഇന്ന് സ്വർഗത്തിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ടിരിക്കുന്നു. And the Lord Jesus is serving as our great priest. അടുത്ത ഇനി സഭയുടെ കാന്തനായിട്ട് തന്നെ 4-ാമത്തെ ശുശ്രൂഷ. He is going to come again. His 4th ministry is 5-ാമത്തെ ശുശ്രൂഷയിലാണ് രാജ്യഭരണം ഏൽക്കുന്നത്. സഹസ്രാബ്ദ ഭരണം വരേണ്ടത് ആ 1000 ആണ്ട് വാഴ്ചയിൽ ഭരണം കർത്താവിനാണ്. and eventually the millennial rule will belong to the Lord Jesus Christ. അത് കഴിഞ്ഞാണ് അവൻ ന്യായാധിപതിയായി തീരുന്നത്. പിന്നീടാണ് നിത്യത വരുന്നത്. Then he becomes the judge and then comes നമ്മൾ the eternal. ഇന്ന് സഭാ കാലഘട്ടത്തിന്റെ നമ്മൾ ഇന്നൊരു കാലയളവിൽ വേണമായിരിക്കും. മുൻകാലങ്ങളെ കുറിച്ചോ പിൻകാലങ്ങളെ കുറിച്ചോ പറയുന്നില്ല. ഇന്ന് സഭായുഗത്തിന്റെ അന്ത്യത്തിലാണ് നമ്മളായിരിക്കുന്നത്, അല്ലെങ്കിൽ കൃപായുഗത്തിന്റെ. We are now kind of coming to the end of the time of the dispensation of grace. ആ 2 കാര്യം നടന്നെങ്കിലേ പറ്റും. 2 things have to happen. മുൻപിലുള്ള കാലങ്ങൾക്ക് കഴിഞ്ഞ അടുത്ത കാലങ്ങളിലേക്ക് നമുക്കറിയാം, ന്യായപ്രമാണ യുഗം കഴിഞ്ഞാണ് ഈ കൃപായുഗം വന്നത്. അത് കഴിഞ്ഞ് കൃപായുഗത്തിലേക്ക് വന്നെങ്കിൽ ഈ കൃപായുഗത്തിന് അന്ത്യം വന്നെങ്കിലേ പറ്റും. We know that we have come from a time of law. Now this dispensation of grace, this time period has also come to an end. യേശു ക്രിസ്തുവിന്റെ മഹാപുര ശുശ്രൂഷയ്ക്കും അടുത്ത ശുശ്രൂഷകൾ കർത്താവിന് കിടപ്പുണ്ട്. അതുകൊണ്ട് അതിനും അന്ത്യം കുറിക്കണം. ഈ മഹാപുര ശുശ്രൂഷ അന്ത്യവും സഭായുഗത്തിന്റെ അന്ത്യവുമാണ് കർത്താവിന്റെ വരം. And when we come to the end of this time period of dispensation of grace, we know that the Lord will soon പിതാവ് return. സ്വസ്ഥനായിട്ടിരിക്കണമെങ്കിൽ പിതാവിന്റെ ശബത്തിലേക്ക് വരണമെങ്കിൽ When God has to enter his period of rest at Sabbath, പിതാവ് പുത്രനെ ഭരണം ഏൽപ്പിക്കും. God has to entrust the rule, the dominion to his son. നമ്മൾ ഈ കാലഘട്ടങ്ങളും മറ്റെല്ലാം നോക്കുമ്പോൾ When we look at all the seasons and times, നമ്മൾ അതിനോട് ഏറ്റവും അടുത്തിരിക്കുകയാണ്. we are ever closer to ഏത് that period. സമയത്തും അത് സംഭവിക്കാം. Any time that can happen. നമ്മളൊരു പ്രത്യേക കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മള് ഒരുക്കത്തോട് ഒരുങ്ങി ഉണർന്നായിരിക്കാൻ We have to be ready. We have to be prepared as we enter this new era. ശബത്തിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ച് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. I had shared a few things about Sabbath. പഠിക്കുന്നവരായിട്ട് ഇത് ബാക്കി നമുക്ക് വീട്ടിൽ ചെന്ന് നിൽക്കുക, അത് വിശദമായിട്ട് ചിന്തിക്കുവാൻ കഴിയും. Because you read and study this, I encourage you to do that as you go home. ഞങ്ങൾക്ക് ഇങ്ങനെ കടന്നു വരുവാൻ ലഭിച്ച എനിക്കും ഷെയറിലേക്കും അതുപോലെ വിനോദിക്കും കുടുംബം ഇങ്ങനെ കടന്നു വരുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് കർത്താവിനെ I സ്തുതിക്കുന്നു. thank the Lord for giving me and Shirley this opportunity, and also to be along with Vinoji and Joyce. നാളെ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും അറ്റ്ലാന്റയിലേക്ക് പോകും. We'll be traveling to Atlanta tomorrow. അടുത്ത മാസം ഓഗസ്റ്റ് 20 ഞങ്ങൾ മൂത്ത മകനും കുടുംബമുള്ളത് ദുബായ് വഴി നാട്ടിലേക്ക് ഓഗസ്റ്റ് 20 പോകത്തക്ക ആഗ്രഹിക്കുന്നു. In August, we will be traveling to Dubai and spend some time with പിന്നെ our son ഞങ്ങളുടെ and പുതിയ family. അസംബ്ലി സ്റ്റാർട്ട് ചെയ്യുന്ന മിനിസ്ട്രിയും ഹോസ്പിറ്റൽ മിനിസ്ട്രിയും മറ്റ് ഇന്ത്യയിലെ കർത്താവിന്റെ വേലക്കാരെ സഹായിക്കുന്ന നിലയിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നു. അതെല്ലാം തുടരുവാൻ ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുവേലക്കാരെയും ബലപ്പെടുത്തുന്നതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം മഹിമപ്പെടുവാറാണ്. I request that you continue your prayers for us, our travels, our ministries, and also for all the brothers who are involved in our ministry. ഈ അവസരത്തിനായിട്ട് ഒരിക്കൽ കൂടി കർത്താവിനെ I സ്തുതിക്കുന്നു. thank the Lord for this. സഭയോട് നന്ദിയുള്ളവനായിരിക്കും. I am grateful to this assembly. പ്രാർത്ഥിച്ചു.